ഹലോ, ഇന്ന് നമുക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ള കാര്യം നോക്കിയാലോ. ഫാൻസി ഡ്രസ് പോലെയുള്ള കോമ്പറ്റീഷനിലൊക്കെ കുട്ടികളെ ഒരു മക്കാവുമായിട്ട് എങ്ങനെ റെഡിയാക്കാൻ നോക്കാം. നല്ല കളർഫുൾ ആയിട്ടുള്ള ബേർഡ് അല്ലേ മക്കാവ്. അതിന് നമുക്ക് റെഡ് കളറിൽ ക്ലോത്ത് വേണം. ആ ക്ലോത്തിനെ ഇവിടെ ഒരു കുഞ്ഞൊരു തൊപ്പി ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ വെക്കില്ലേ. ആ ഒരു തൊപ്പിയിലോട്ട് റഫായിട്ടൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൽ തന്നെയാണ് നമ്മളിപ്പം ബീക്കും ഐസും വരച്ച് ചാർട്ട് പേപ്പറിൽ വരച്ച് ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. ഇപ്പം ഞാനിവിടെ ഒരു പാവയിൽ കാണിക്കുന്നതെന്നുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് ചാർട്ട് പേപ്പർ, റെഡ് കളറിലെ ചാർട്ട് പേപ്പർ വേണം. ആൻഡ് ഡിഫറെൻറ്റ് കളറിലെ കളർ പേപ്പേഴ്സ്, A4 സൈസ് കളർ പേപ്പേഴ്സ് വാങ്ങിക്കാൻ കിട്ടും. ഞാനിവിടെ ഓറഞ്ച്, ബ്ലൂ, റെഡ്, യെല്ലോ കളേഴ്സൊക്കെ എടുത്തിട്ടുണ്ട്. ഈ കളർ പേപ്പേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് വിങ്സ് റെഡിയാക്കാം. വിങ്സിൽ ലീഫിൻ്റെ ആകൃതിയിലാണ് നമ്മൾ വെട്ടി ഒട്ടിക്കാൻ പോകുന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുഞ്ഞിന് കംഫർട്ടബിൾ ആയിട്ടുള്ള റെഡ് കളർ ഡ്രസ്സ് നമുക്ക് ചൂസ് ചെയ്യാം. ഇവിടെ ഞാനൊരു പാൻറ്റും ഷർട്ടുമാണ് ചൂസ് ചെയ്യാൻ പോകുന്നത്. ഷർട്ട് ഫ്രണ്ട് പോർഷൻ ഡിസൈൻ ഉള്ളതുകൊണ്ട് അതിനെ ഞാനൊന്ന് റിവേഴ്സ് ആക്കി ഇടുകയാണ്. അതിൻ്റെ ഡിസൈൻ അകത്ത് വരുന്ന രീതിയിലും ഈ അകത്തെ ഗ്ലേസിങ് ആയിട്ടുള്ള ആ ഒരു പ്ലെയിൻ ആയിട്ടുള്ള റെഡ് കളർ പോർഷൻ വെളിയിൽ നമുക്ക് വിസിബിൾ ആവുന്ന രീതിയിലും ഇടിപ്പിച്ചിട്ട് ബാക്കിൽ ബട്ടൺ ഇടിപ്പിച്ചു. എന്നിട്ട് നമ്മുടെ ഫ്രണ്ട് പോർഷനിലും ഞാനൊരു ലീഫിൻ്റെ ആകൃതിയിൽ വെട്ടിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ലാസ്റ്റ് കാണിച്ചു തരാം. ആൻഡ് സോക്സ്, പിന്നെ നമ്മൾ കാല് കാണുമ്പം പാൻറ് ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴ്വശത്ത് ബേർഡ്സുമായിട്ട് സിമിലറായിട്ട് വരാൻ വേണ്ടിയിട്ട് ബ്ലാക്കും റെഡും കൂടെ സോക്സ് ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അത് ഇടിപ്പിച്ചു. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ബ്ലാക്ക് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നോക്കാം. ബ്ലാക്കും റെഡും കിട്ടുകയാണെങ്കിൽ അത്രയും ഭംഗിയായിരിക്കും. പിന്നെ നമുക്ക് എങ്ങനെ ലീഫ് പോലെ വിങ്സ് വെട്ടിയെടുക്കാൻ നോക്കാം. അതിന് A4 സൈസ് പേപ്പർ എടുക്കുക. ആദ്യം ഞാൻ ഒരെണ്ണം വെച്ചിട്ട് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് കുറച്ചധികം നമ്പർ ഓഫ് ഷീറ്റ്സ് എടുത്തിട്ട് ഒരുമിച്ച് വെട്ടിയെടുക്കാവുന്നതാണ്. അതിന് നമുക്കൊരു ഇലയുടെ ഷേപ്പിൽ വെട്ടിയെടുക്കണം. ഏകദേശം എല്ലാ എണ്ണവും ഒരേ വലിപ്പത്തിൽ വെട്ടിയെടുക്കാൻ ശ്രദ്ധിക്കണം. വെട്ടിയെടുത്ത് ഇവിടെ ഞാനിപ്പോൾ ഒരെണ്ണം കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കാണിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ നിങ്ങൾക്ക് വെട്ടിയെടുക്കുമ്പോൾ കുറച്ചധികം എടുക്കാം, കാരണം അതായിരിക്കും നല്ലത്. ഇത് ഇത്തിരി ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പ്രോസസ്സാണ്. കാരണം ഈ ഒരു ഡ്രസ് മേക്കിങ്ങിൽ ഇതാണ് ടൈം കൺസ്യൂമിങ്. ഇത്രയും നമ്മൾ വെട്ടിയെടുത്ത് ഇത് സ്റ്റിക്ക് ചെയ്യുന്നതാണ് നമുക്ക് ഇച്ചിരി സമയം എടുക്കുന്ന പ്രോസസ്സ് എന്ന് പറയാനുള്ളത്. ഇങ്ങനെ ഞാൻ വെട്ടിയെടുത്തതിന് ശേഷം ഈ ഇലയെ ഈ ഒരു വിങ്സിനെ ഫെദർ പോലെ ഇങ്ങനെ ആക്കിയിട്ട് ഇതിന് കുറച്ചുകൂടി ഒരു ഭംഗി കൂട്ടാനായിട്ട്, അതിനൊരു എടുപ്പ് വരാനായിട്ട് നമ്മൾ വീണ്ടും ആ ഒരു ഓരോ ഫെദറിനെ നമ്മളിങ്ങനെ ഒന്ന് വെട്ടിക്കൊടുക്കും. അത് തുറക്കുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഭംഗി മനസ്സിലാവും. കണ്ടോ, ഇങ്ങനെ എല്ലാ കളേഴ്സിലും നമുക്ക് ഇങ്ങനെ വെട്ടിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ ബ്ലൂ വെച്ചും റെഡ് വെച്ചും യെല്ലോ വെച്ചും ഓറഞ്ച് വെച്ചും ഇതേപോലെ വെട്ടി മാക്സിമം നമ്പർ ഓഫ് ഫെദേഴ്സ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം ഈ ഫെദേഴ്സ് എല്ലാം നല്ല അടുക്കി വെക്കുക. അതിനുശേഷം നമ്മൾ ചാർട്ട് പേപ്പറിൻ്റെ പരിപാടി തുടങ്ങാൻ പോവുക. ചാർട്ട് പേപ്പർ എടുക്കുക. റെഡ് കളറും യെല്ലോ കളറും ചാർട്ട് പേപ്പേഴ്സ് വേണം. അതിനെ നമുക്കൊരു ഹാഫ് സർക്കിൾ പോലെയും ബാക്കി ഒരു ട്രയാങ്കിളുടെ പോലെ ഒരു കൂർത്ത വശമായിട്ട് നമുക്ക് മുറിച്ചെടുക്കുക. ഇവിടെ ഞാൻ വീഡിയോ എടുത്തപ്പം ആ ഒരു പകുതി പോർഷനെ കിട്ടിയുള്ളൂ. പക്ഷേ കുഴപ്പമില്ല, കാരണം നമ്മളതൊരു ബേസ് ഫോമായിട്ടാണ്. അതിലോട്ട് നമുക്ക് ചാർട്ട് പേപ്പർ നമ്മൾ കാണുന്നില്ലല്ലോ. ചാർട്ട് പേപ്പറിൻ്റെ മുകളിൽ നമുക്ക് ഈ വിങ്സ് ഫെദേഴ്സ് വെക്കുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. ഫെദേഴ്സ് അറേഞ്ച് ചെയ്യാനായിട്ട് ഫെദേഴ്സ് നമ്മുടെ കുഞ്ഞിൻ്റെ സ്ട്രക്ചറിന് സൈസായിട്ട് വെട്ടിയെടുത്ത് ആ ചാർട്ട് പേപ്പറിലോട്ട് ചാർട്ട് പേപ്പറിൻ്റെ സൈസ് കുഞ്ഞിൻ്റെ സൈസുമായിട്ട് കറക്റ്റ് ആക്കിയിട്ട് അതിന് മാച്ചായിട്ട് ഫെദേഴ്സ് അതിൽ സ്റ്റിക്ക് ചെയ്ത് പിടിപ്പിക്കുക. ഇപ്പോൾ നമ്മൾ മിക്സായിട്ട് ചെയ്യുന്നതായിരിക്കും ഭംഗി. ആദ്യം ഒരു കളർ ചെയ്യുക, പിന്നെ ഒരു 2 ലെയർ നെക്സ്റ്റ് കളർ ചൂസ് ചെയ്യുക, പിന്നെ നെക്സ്റ്റ് കളർ. അങ്ങനെ ഞാനിവിടെ 2 ചാർട്ട് പേപ്പറിൽ വിങ്സും പിന്നെ വാല് 3ാമത്തെ ചാർട്ട് പേപ്പറിലും അങ്ങനെ ചെയ്തിട്ട് ഇതിനെയെല്ലാം ഞാനൊരു മിക്കി ബാഗിലോട്ട് കണക്ട് ചെയ്യുക ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടിക്ക് ഡിസ്കംഫർട്ട് തോന്നാതിരിക്കാനും, കാരണം കുഞ്ഞു കുട്ടികൾ കുറേ നേരമൊന്നും ഇതൊന്നും വെച്ചിട്ട് നിൽക്കില്ല. നമുക്ക് അവർക്ക് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ നമുക്കിതൊന്ന് ഊരിക്കൊടുക്കാൻ വേണ്ടി എളുപ്പത്തിന് ഇതിൻ്റെ മുകൾ വശത്ത് ഞാൻ നമ്മുടെ വിങ്സ് 2 കണക്ട് ചെയ്തു. വാലിൻ്റെ പോർഷൻ ബാഗിൻ്റെ അടിവശത്തും ഒരു ബ്ലാക്ക് ത്രെഡ്, സ്ട്രോങ് ആയിട്ടുള്ള ബ്ലാക്ക് ത്രെഡ് യൂസ് ചെയ്ത് കണക്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഈ വിങ്സിൻ്റെ മറ്റേ അറ്റം, അതായത് നമ്മുടെ
കുട്ടിയുടെ ബാങ്കിളുമായിട്ട് വരുന്ന രീതിയിൽ ഞാൻ കുഞ്ഞിൻ്റെ കയ്യിലൊരു ബാങ്കിൾ ഇട്ട് കൊടുത്തിട്ട് ആ ബാങ്കിളിലോട്ട് ത്രെഡ് യൂസ് ചെയ്ത് കണക്ട് ചെയ്യുക ചെയ്തത്. ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് അതിരിക്കുന്നതെന്ന്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.